ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ SSLC 2022 പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, പോയത്തിൻ്റെ അപ്രീസിയേഷൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏത് പോയത്തിൻ്റെ അപ്രീസിയേഷനാണ് പരീക്ഷയ്ക്ക് വരിക എന്ന് ചോദിച്ചാൽ പറയാനുള്ളത് ഈ മൂന്നെണ്ണത്തിൽ ഒരെണ്ണം പരീക്ഷയ്ക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഈ മൂന്നെണ്ണവും ആദ്യം പഠിക്കാം. ഒന്നാമത്തെ പോയം ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. വില്യം വേർഡ്സ്വർത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിതയാണ് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ഈസ് എ ബ്യൂട്ടിഫുൾ പോയം റിട്ടൺ ബൈ വില്യം വേർഡ്സ്വർത്ത്, ദ പോയറ്റ് ഓഫ് നേച്ചർ. ആദ്യത്തെ കാര്യം, ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത് വില്യം വേർഡ്സ്വർത്ത് എന്ന് പറയുന്ന പ്രകൃതിയുടെ കവി എന്നറിയപ്പെടുന്ന ഒരു കവിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇൻ ദിസ് പോയം വേർഡ്സ്വർത്ത് റൈറ്റ്സ് അബൌട്ട് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ ആൻഡ് ഹൗ മാൻ ഈസ് ഡിസ്ട്രോയിങ് ഇറ്റ്. അപ്പോൾ ഈ ഒരു കവിതയുടെ പ്രധാനപ്പെട്ട ആശയം എന്താണെന്ന് വെച്ചാൽ പ്രകൃതിയുടെ ഭംഗിയെക്കുറിച്ചും അതുപോലെ തന്നെ എങ്ങനെയാണ് മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സങ്കടകരമായ കാര്യവും ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. The poet is sitting in a woodland grove surrounded by blended notes of nature. അപ്പോൾ ഈ ഒരു കവിതയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, കവി ഒരു മനോഹരമായ ഒരു തോട്ടത്തിൽ, ഒരു ഗ്രോവ് അല്ലെങ്കിൽ ഒരു തോപ്പിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ വെച്ച് അദ്ദേഹം പലതരത്തിലുള്ള പ്രകൃതിയിൽ നിന്നുള്ള ശബ്ദങ്ങൾ കേൾക്കാനിടയാവുന്നു. He is surrounded by the blended notes of nature. He enjoys the chirping of birds and rustling of leaves in the spring season. അപ്പോൾ സമയം എന്ന് പറയുന്നത് വസന്തകാലമാണ്, സ്പ്രിംഗ് സീസൺ ആണ്. അദ്ദേഹം അവിടെയുള്ള ചുറ്റുപാടുമുള്ള പക്ഷികളുടെ ശബ്ദവും അതുപോലെ ഇലകളുടെ ശബ്ദം എല്ലാം ആസ്വദിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. It makes him happy and at the same time creates a melancholy mood. അദ്ദേഹത്തിന് ഈ ഒരു അവസരത്തിൽ വളരെ സന്തോഷവും അതുപോലെ തന്നെ വളരെ ദുഃഖവും തോന്നുന്നു. He begins to think about human beings and their cruelties. മനുഷ്യന്മാരും അവരുടെ ക്രൂരതകളെ കുറിച്ചുമാണ് കവി ഇവിടെ ഓർത്തു പോകുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിന് ദുഃഖം തോന്നുന്നത്. He feels sad while thinking about how man has separated himself from Mother Nature. എന്തുകൊണ്ടാണ് മനുഷ്യൻ മാത്രം പ്രകൃതിയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നത്? സ്വയം മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് അകന്നു പോകുന്നു. ദ സെൽഫിഷ്നെസ് ആൻഡ് ദ ഗ്രീഡ് ഓഫ് മാൻ ഈസ് കില്ലിംഗ് നേച്ചർ. അപ്പോൾ മനുഷ്യൻ്റെ സ്വാർത്ഥതയും അവൻ്റെ ആർത്തിയും പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി സ്ട്രോങ്ലി ബിലീവ്സ് ദാറ്റ് എവറി ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ്. അപ്പം അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു, എല്ലാ പൂക്കളും അത് ജീവിതം ആസ്വദിക്കുന്നുണ്ട്. The poet was glad to see the primrose and the periwinkle coexist peacefully and enjoy their life on earth. അപ്പോൾ കവി പറയുകയാണ്, അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നിയൊരു കാര്യമാണ് പലതരത്തിലുള്ള പൂക്കൾ, പ്രിംറോസ് അതുപോലെ പെരിവിങ്കിൾ ഒക്കെ ഒരുമിച്ച് പടർന്ന് പന്തലിച്ച് ജീവിക്കുന്നു. വളരെ സമാധാനപരമായി സന്തോഷമായി ജീവിതം ആസ്വദിച്ച് ജീവിക്കുന്നു. The birds around him express the thrill of pleasure by hopping and playing in the grove. അതുപോലെ തന്നെയാണ് പക്ഷികൾ അവിടെ വന്ന് പാട്ടുപാടുന്നു, തത്തിക്കളിക്കുന്നു. അപ്പോൾ അവരും ജീവിതം ആസ്വദിക്കുകയാണ്. Though the speaker does not understand their language and ways, he does recognize that the birds are creating all these movements out of pleasure and joy. അപ്പോൾ അദ്ദേഹത്തിന് അവരുടെ ഭാഷ വശമില്ല, പക്ഷെ അദ്ദേഹം പറയുകയാണ്, എങ്കിലും അവരുടെ ഈ ഒരു പാട്ടും അല്ലെങ്കിൽ അവരുടെ ഈ ഒരു മൂവ്മെൻറ്റ്, ചലനങ്ങൾ അത് പറഞ്ഞു തരുന്നത് അവയും വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. He feels that the birds and flowers are very happy in nature. ഇപ്പോൾ പ്രകൃതിയിൽ പക്ഷികളും അതുപോലെ പൂക്കളും ഒക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നു. അതുപോലെ പുതിയ പുതിയ നാമ്പുകൾ അവയും ജീവിതം ആസ്വദിക്കുന്നത്. The twigs are spreading out their fan to catch the sweet air and all that the poet can do is gather pleasure in their existence. അപ്പോൾ ഈ പൂക്കളും പക്ഷികളും ചെടികളെയും ഒക്കെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയൊരു സന്തോഷം ഉണ്ടാകുന്നുണ്ട്. He wonders why man alone has moved away from nature. അദ്ദേഹം ആലോചിക്കുകയാണ്, എന്തുകൊണ്ടാണ് മനുഷ്യൻ മാത്രം ഇങ്ങനെ അല്ലാതെ ജീവിക്കുന്നത്? Is he not a part of the holy plan of nature? മനുഷ്യൻ ഈ പ്രകൃതിയുടെ പദ്ധതിയുടെ ഭാഗമല്ലേ? The poet feels that mankind has an innate spiritual connection to nature and her fair works. അപ്പോൾ അദ്ദേഹം വിശ്വസിക്കുന്നത് പ്രകൃതിയും മനുഷ്യൻ്റെ ആത്മാവും തമ്മിലൊരു
അഭേദ്യമായ ബന്ധമുണ്ട്. The speaker suggests that man can be a part of nature. മനുഷ്യനും പ്രകൃതിയുടെ ഭാഗമാണ്. What man has done to nature and himself is really shocking. മനുഷ്യനോടും അതുപോലെ പ്രകൃതിയോടും കാണിക്കുന്ന കാര്യങ്ങൾ അത് വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. Man has separated himself from such joy and is spending his time hating one another and fighting wars. മനുഷ്യൻ ഈ ഒരു സന്തോഷത്തോടെ ജീവിക്കേണ്ട ഈ ഒരു അവസ്ഥയിൽ മനുഷ്യൻ പക്ഷെ പരസ്പരം കലഹിച്ചും വഴക്കുകൂടിയും മറ്റുള്ളവരെ വെറുത്തും അതുപോലെ യുദ്ധം ചെയ്തും വേവലാതിയോടെ ജീവിക്കുന്നു. The poet uses various poetic devices to make the poem more meaningful and beautiful. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പോയത്തിൻ്റെ ഒരു ആശയത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഈ പോയത്തിലെ പോയറ്റിക് ഡിവൈസസിനെ കുറിച്ചും ഇതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചുമാണ് പറയാനുള്ളത്. The poem has 6 stanzas of 4 lines each and follows the rhyme scheme AB. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കവിതയിൽ 6 സ്റ്റാൻസുകളാണുള്ളത്. ഓരോ സ്റ്റാൻസയിലും 4 വരികൾ വീതമാണുള്ളത്. ഇവിടെ കൃത്യമായ ഒരു റൈം സ്കീം ഫോളോ ചെയ്തിരിക്കുന്നു. ഈ പോയത്തിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത് AB ആണ്. ഇനി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില റൈമിംഗ് വേർഡ്സ് നമുക്ക് എഴുതാം. നോട്ട്സ്, തോട്ട്സ്, റിക്ലൈൻഡ് മൈൻഡ് ആർ സം എക്സാമ്പിൾസ് ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം. അപ്പോൾ ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള ചില റൈമിംഗ് വേർഡ്സിന് ഉദാഹരണങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. I heard 1,000 blended notes is a wonderful expression of hyperbole in the poem. അതുപോലെ ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു അതിശയോക്തിക്ക് ഉദാഹരണമാണ്, ഹൈപ്പർബലിക്ക് ഉദാഹരണമാണ് I heard 1,000 blended notes. കാരണം ഇവിടെ 1,000 notes എന്ന് പറയുന്നു, അതൊരു എക്സാജറേഷനാണ്, കാര്യങ്ങൾ കൂടുതലായി പെരുപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. There are many examples of personification in the poem. അതുപോലെ ഈ കവിതയിൽ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു പോയറ്റിക് ക്രാഫ്റ്റാണ് personification. അതായത് ഒരു വസ്തുവിനെ, മനുഷ്യനല്ലാത്തൊരു വസ്തുവിനെ മനുഷ്യനായിട്ട് പരിഗണിക്കുന്നു. What man has made of man is a perfect example of alliteration from the poem. അതുപോലെ ഈ കവിതയിലെ പ്രധാനപ്പെട്ട ഒരു alliteration ഉദാഹരണമാണ് what man has made of man എന്നുള്ളത്. ഇവിടെ എം എന്നുള്ള ശബ്ദം ആവർത്തിച്ചു വന്നിരിക്കുന്നു. ഇത് ഒരു അല്ലിട്രേഷന്റെ പെർഫെക്റ്റ് ഉദാഹരണമാണ്. ദർ ഈസ് എ ഫൈൻ വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഇമേജറി. അതുപോലെ വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഇമേജസ് ധാരാളമായിട്ട് ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നു. ദ മെജോറിറ്റി ഓഫ് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ടോക്സ് അബൌട്ട് ദ നാച്ചുറൽ സീനറി ഇൻ ഏർലി സ്പ്രിംഗ്. അപ്പോൾ സ്പ്രിംഗ് വസന്തകാലത്തിന്റെ ആരംഭത്തിലുള്ള പ്രകൃതി ഭംഗിയെക്കുറിച്ചാണ് ഈ കവിത. ദ ഫസ്റ്റ് സ്റ്റാൻസ ഡിസ്ക്രൈബ്സ് ദ നേച്ചേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചറലായിട്ടുള്ള പ്രത്യേകത കൂടി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്തെ സ്റ്റാൻസയിൽ പ്രകൃതിയുടെ ഭംഗിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ദ സെക്കൻഡ് സ്റ്റാൻസ ടോക്സ് അബൌട്ട് ദ ഹോളി പ്ലാൻ ഓഫ് നേച്ചർ ഫോർ ഹാപ്പി ലൈഫ്. രണ്ടാമത്തെ സ്റ്റാൻസയിൽ പ്രകൃതിയുടെ ആ മനോഹരമായ ആ മഹത്തായ പദ്ധതി, എല്ലാവരും സമാധാനത്തോടെ ജീവിക്കണമെന്നുള്ള പദ്ധതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് സ്റ്റാൻസ, 3, 4, 5 സ്റ്റാൻസുകൾ പറയുന്നത് പൂക്കളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും ചെടികളെക്കുറിച്ചുമാണ്. ഫ്ലവേഴ്സ്, ബേർഡ്സ് ആൻഡ് പ്ലാന്റ്സ് വിച്ച് ആർ ലിവിങ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന ഇവയെക്കുറിച്ചാണ് 3, 4, 5 സ്റ്റാൻസുകൾ പറയുന്നത്. ദ സ്പീക്കർ ടെൽസ് ദ റീഡേഴ്സ് അബൌട്ട് ഹൗ ലൈഫ് ഇൻ ഹിസ് ഏരിയ സീംസ് സോ ബ്യൂട്ടിഫുൾ. അതുപോലെ അവസാനത്തെ സ്റ്റാൻസയിൽ അദ്ദേഹം സങ്കടകരമായ ആ വസ്തുത പറയുന്നു. ദ ഫൈനൽ സ്റ്റാൻസ ഡിസ്ക്രൈബ്സ് ദ മെയിൻ തീം ഓഫ് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ദ സ്പീക്കർ സജസ്റ്റ് ദാറ്റ് പീപ്പിൾ ക്യാൻ ലീവ് in accordance with nature's holy plan and he condemns those who damage it. അപ്പോൾ മനുഷ്യൻ പ്രകൃതിയുടെ ഈ പദ്ധതി അനുസരിച്ച് ജീവിക്കണമെന്നും അതുപോലെ അതിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ ഇവിടെ കവി വിമർശിക്കുകയും ചെയ്യുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ പോയത്തിലേക്ക് പോവുകയാണ്. ദ ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ, അതിൻ്റെ അപ്രീസിയേഷൻ. The Ballad of Father Gilligan is a touching narrative poem written by the Irish poet W.B. Yeats. W.B. Yeats എന്ന ഐറിഷ് പോയറ്റ് എഴുതിയ ഒരു കവിതയാണിത്. The poem is in the form of a ballad. ഇതൊരു വീരഗാഥ അല്ലെങ്കിൽ ബാലഡിന്റെ രൂപത്തിലാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. The poem is about a priest, Father Gilligan, who renders selfless service to the poor and needy in his parish. ഈ കഥയിൽ പറയുന്ന വീരനായ വ്യക്തി എന്ന് പറയുന്നത് ഒരു വൈദികനാണ്. അദ്ദേഹത്തിന്റെ പേര് ഫാദർ ഗിലിഗൺ എന്നാണ്. അദ്ദേഹത്തിന്റെ പാരിഷിൽ, ഇടവകയിലെ ഒരു നടന്ന സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗിലിഗൻ വാസ് ഇൻ ചാർജ് ഓഫ് എ പാരിഷ്. അദ്ദേഹത്തിന് സ്വന്തമായ ഒരു ഇടവകയുണ്ടായിരുന്നു. ദർ വാസ് ആൻ എപ്പിഡമിക് ഇൻ ഹിസ് ഏരിയ. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഏരിയ, ഈ ഒരു ഇടവകയിൽ ഒരു പകർച്ചവ്യാധി വല്ലാതെ പടർന്ന്
വ്യാപിച്ചത്. ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ഹിസ് പാരിഷനേഴ്സ് വെയർ ഐദർ സിക്ക് ഓർ ഡെഡ്. ഏകദേശം പകുതിയോളം ആളുകൾ മരണപ്പെടുകയോ അല്ലെങ്കിൽ രോഗം ബാധിക്കുകയോ ചെയ്തു കഴിഞ്ഞു. The priest was tired of doing his priestly duties. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്ത് അദ്ദേഹം തളർന്നു, മടുത്തു. അദ്ദേഹത്തിന് വിശ്രമിക്കാൻ പോലും സമയമുണ്ടായിരുന്നില്ല. One day after the day's busy schedule, while he was sitting in his chair, a poor man sent for him. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ അവിടേക്ക് വന്നു. The priest started complaining that he had no rest, no joy, nor peace. സമാധാനമോ സന്തോഷമോ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ദൈവത്തോട് പരാതി പറഞ്ഞു. Suddenly he realized his mistake and asked God's forgiveness. അപ്പോൾ അദ്ദേഹം അതിനുശേഷം അല്പസമയം കഴിഞ്ഞപ്പോൾ ദൈവത്തോട് ക്ഷമാപണം നടത്തുകയും ചെയ്തു. He knelt and begged to God for forgiveness, and in the prayer he fell asleep leaning over his chair. അങ്ങനെ കസേരയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹം ഉറങ്ങിപ്പോവുകയാണ്. He woke up only in the following morning at the time of sparrow chirp. പിറ്റേ ദിവസം രാവിലെ പക്ഷികൾ ചിലയ്ക്കുന്ന സമയം, അതിരാവിലെയാണ് അദ്ദേഹം ഉണർന്നത് ഉറക്കത്തിൽ നിന്ന്. Then he realized that he failed to do his priestly duties. അപ്പോഴാണ് അദ്ദേഹം ഓർത്തത് അദ്ദേഹത്തിൻ്റെ ആ ദൈവം ഏൽപ്പിച്ച ആ ഒരു ഡ്യൂട്ടി അതിൽ അദ്ദേഹം വീഴ്ച വരുത്തിയിരിക്കുന്നു. So within no time he roused his horse and went to the sick man's house. He feels very guilty and rushes to right the wrong he thinks he has committed. അദ്ദേഹം ചെയ്തു എന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന ആ തെറ്റ് തിരുത്താനായി ഉടൻ തന്നെ അദ്ദേഹം അവിടെ നിന്ന് ചാടി പുറപ്പെടുകയാണ്. When he arrives at the sick man's door, he finds he is too late. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം വളരെ വൈകിപ്പോയിരിക്കുന്നു, ഈ വ്യക്തി മരിച്ചു പോയിരിക്കുന്നു. He is filled with grief and remorse. കുറ്റബോധം കൊണ്ടും സങ്കടം കൊണ്ടും അദ്ദേഹം ആകെ വിഷമിക്കുന്നു. The sick man's wife informed him that the man died as merry as a bird immediately after the priest left him. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ പ്രീസ്റ്റിനോട് പറയുകയാണ്, താങ്കൾ പോയതിനു ശേഷം അദ്ദേഹം വളരെ സമാധാനത്തോടുകൂടി ചിരിച്ചുകൊണ്ടാണ് മരിച്ചത്. On hearing this, Father Gilligan understood that God had sent one of his angels to help him to do his duty. അപ്പോൾ നേരത്തെ വന്നു എന്നുള്ള അത് കേട്ടപ്പോൾ ഫാദർ ഗിലിഗന് മനസ്സിലായി താനല്ല അവിടെ വന്നത്, ദൈവം അയച്ച ഒരു മാലാഖയാണ് അവിടെ വന്നത്. The father praised God for showing his benevolence and kindness towards him. അപ്പോൾ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഫാദർ ഗിലിഗൻ അവിടെ നിൽക്കുകയാണ്. He expressed his gratitude to the merciful God. അപ്പോൾ ദയാലുവായ merciful God, ദയാലുവായ ദൈവത്തോട് നന്ദി പറഞ്ഞു. Thus the poem beautifully narrates the story of God's timely intervention in the life of a poor priest. അപ്പോൾ ഈ കവിതയിൽ പറയുന്ന കഥ എന്ന് പറയുന്നത് ദൈവം എങ്ങനെയാണ് ഒരു വിശുദ്ധനായ ഒരു വൈദികന്റെ ജീവിതത്തിൽ ഇടപെട്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഇനി ഈ പോയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ പോയം ഈസ് റിച്ച് ഇൻ ഇമേജറി. ധാരാളം ഇമേജസ് നമുക്ക് ഈ കവിതയിൽ കാണാൻ കഴിയും. ദ ഗ്രീൻ ഷോർട്സ്, റോക്കി ലൈൻ, മോത്ത് അവർ എക്സെട്ര ആർ സം ഓഫ് ദ വിഷ്വൽ ഇമേജസ്. അപ്പോൾ ഈ ഇമേജറിയിൽ വിഷ്വൽ ഇമേജസിന് ഉദാഹരണങ്ങളാണ് ദ ഗ്രീൻ ഷോർട്സ്, റോക്കി ലൈൻ, മോത്ത് അവർ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ദ സ്പാരോ ചെർപ്പ് ആൻഡ് വിൻഡ് ദറ്റ് ഷുക്ക് ദ ലീവ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ഓഡിറ്ററി ഇമേജസ് യൂസ്ഡ് ഇൻ ദ പോയം. ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള ശബ്ദവുമായി ബന്ധപ്പെട്ട ഇമേജസ് ആണ് സ്പാരോ ചെർപ്പ്, അതുപോലെ വിൻഡ് ദാറ്റ് ഷുക്ക് ദ ലീവ്സ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു personification കാണാം. The stars began to peep is an example of personification. The poetic device simile can be seen in the line, the man died as merry as a bird. അപ്പോൾ ഈ ഒരു വരിയിൽ നമുക്ക് ഉപമ അല്ലെങ്കിൽ സിമിലി എന്ന് പറയുന്ന ഒരു അലങ്കാരം കാണാൻ കഴിയും. ദ യൂസ് ഓഫ് അലിട്രേഷൻ ഓൾസോ ആഡ്സ് ബ്യൂട്ടി ടു ദ പോയം. അതുപോലെ ഈ പോയത്തെ കൂടുതൽ മനോഹരമാക്കുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന അലിട്രേഷൻസ് ആണ്. ദ ബാലഡ് ഓൾസോ ടെൽസ് us about the mercy of God to his devotees. അപ്പോൾ ദൈവം തന്നെ വിശ്വസിക്കുന്ന ആളുകൾക്ക് എത്രമാത്രം ദയാലുവാണ് എന്നുള്ള കാര്യവും നമുക്ക് ഈ കവിതയിൽ നിന്ന് മനസ്സിലാക്കാം. ദിസ് ബാലഡ് ടീച്ചസ് us that God has mercy on everyone. എല്ലാവരോടും കരുണ കാണിക്കുന്ന ഒരു ദൈവമാണ് എന്ന് നമുക്ക് ഈ ഒരു കവിതയിൽ നിന്ന് മനസ്സിലാക്കാം. ഈവൻ ദോസ് ഹു ഫീൽ ദേ ഹാവ് ഫീൽഡ് ഹിം. അപ്പോൾ അവർ വിശ്വാസം ഇല്ലാത്ത ദൈവത്തിന് അത്ര പ്രാധാന്യം കൊടുക്കാത്ത ആളുകളോടും ദൈവം കരുണ കാണിക്കാറുണ്ട്. ദ പോയം ഫോളോസ് സ്ട്രിക്റ്റ് റൈം സ്കീം ABCB. അതുപോലെ ഈ പോയത്തിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത് ABCB ആണ്. ഇനി മൂന്നാമത്തെ പോയം മദർ ടു സൺ. മദർ ടു സൺ ഈസ് എ പോയം റിട്ടൺ ബൈ ലാങ്സ്റ്റൺ ഹ്യൂസ്. ലാങ്സ്റ്റൺ ഹ്യൂസ് എഴുതിയ ഒരു കവിതയാണ് മദർ ടു സൺ.
അദ്ദേഹം ഒരു ഫേമസ് അമേരിക്കൻ പോയറ്റാണ്. ഹി ഈസ് എ ഫേമസ് അമേരിക്കൻ പോയറ്റ്. ഇറ്റ് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ ദ മാഗസിൻ ക്രൈസിസ് ഇൻ 1922. ആദ്യമായി ഈ കവിത പബ്ലിഷ് ചെയ്തത് ഒരു മാഗസിനിലാണ്, ക്രൈസിസ് എന്ന് പറയുന്ന മാഗസിനിൽ 1922. The poem is about a mother giving advice to her son about the challenges of life. ജീവിതത്തിലെ പ്രതിസന്ധികളെ കുറിച്ച് ഒരു അമ്മ മകന് നൽകുന്ന ഉപദേശമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. It also illustrates how sometimes life becomes too heavy. എങ്ങനെയാണ് ജീവിതം ചിലപ്പോഴൊക്കെ ആകെ പ്രശ്നങ്ങൾ നിറഞ്ഞതാവുന്നത്. ബട്ട് എ പേഴ്സൺ ഷുഡ് നെവർ ഗിവ് അപ്പ്. പക്ഷെ ഒരിക്കലും നമ്മൾ തളരാൻ പാടില്ല എന്നുള്ള ഒരു ആശയമാണ് ഈ കവിത നമുക്ക് തരുന്നത്. ദ പോയം ഈസ് എ ഡ്രമാറ്റിക് മോണോലോഗ്. അപ്പോൾ ഈ പോയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഡ്രമാറ്റിക് മോണോലോഗാണ്. ഇതിലെ ഒരു കഥാപാത്രം മാത്രമാണ് സംസാരിക്കുന്നത്. വെയർ എ ബ്ലാക്ക് മദർ അഡ്വൈസസ് ഹെർ സൺ. ഒരു കറുത്ത വർഗ്ഗക്കാരിയായ അമ്മ തൻ്റെ മകനെ ഉപദേശിക്കുന്നു. ദ മദർ ടെൽസ് ഹെർ സൺ ദാറ്റ് ലൈഫ് വാസ് നോട്ട് എ ക്രിസ്റ്റൽ സ്റ്റെയർ ഫോർ ഹർ. അപ്പോൾ അമ്മ പറയുകയാണ് ജീവിതം ഒരിക്കലും ഒരു ഈസി ആയിട്ടുള്ള ഒരു ഗ്ലാസ് സ്റ്റെയർ കേസ് ആയിരുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം. സിമിലർലി ഹി ടു ഹാസ് ടു ഫേസ് മെനി അഡ്വേഴ്സിറ്റീസ് ഇൻ ലൈഫ്, ഓൾ ഓഫ് വിച്ച് ഹി മസ്റ്റ് ഓവർകം ആൻഡ് കീപ് ഗോയിങ്. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ, ധാരാളം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ നേരിടേണ്ടി വരും. അവിടെ ഒന്നും തളർന്നു പോകാതെ മുന്നോട്ട് നീ പോകണം എന്നാണ് അമ്മ ഇവിടെ ഉപദേശിക്കുന്നത്. ദ പോയറ്റ് യൂസസ് ദ സ്റ്റെയർ കേസ് മെറ്റഫർ ടു റെപ്രസെന്റ് ലൈഫ്. അപ്പോൾ ഇവിടെ ജീവിതത്തെ സൂചിപ്പിക്കുന്നത് ഈ ഒരു സ്റ്റെയർ കേസ് ആണ്. ഇവിടെ ജീവിതത്തിൻ്റെ ഒരു മെറ്റഫറാണ്, ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഒരു മെറ്റഫറാണ്, ഒരു എക്സ്റ്റെൻഡഡ് മെറ്റഫർ കൂടിയാണ്. ദ മദർ ടെൽസ് ഹർ സൺ ദാറ്റ് ദ സ്റ്റെയർ കേസ് ഓഫ് ലൈഫ് ഈസ് ഫുൾ ഓഫ് ഹസാർഡ്സ് ലൈക്ക് ടാഗ്സ് ആൻഡ് സ്പ്ലിൻറ്റേഴ്സ് ആൻഡ് ദ സ്റ്റെപ്സ് ആർ ബ്രോക്കൺ ഹിയർ ആൻഡ് ദെയർ മേക്കിംഗ് ദ ജേർണി ഡിഫിക്കൽട്ട്. അപ്പോൾ അമ്മ മകന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഒരു സ്റ്റെയർ കേസ് ഇത് മുഴുവനും അപകടങ്ങൾ നിറഞ്ഞതാണ്. ഹാസാർഡ്സ് മീൻസ് അപകടങ്ങൾ നിറഞ്ഞതാണ്. അപകടങ്ങളായിട്ട് ഇവിടെ പറയുന്ന സിമ്പിൾസ് ടാഗ്സ് ആൻഡ് സ്പ്ലിൻറ്റേഴ്സ്. അതുപോലെ തന്നെ പല സ്റ്റെപ്പുകളും പൊട്ടിപ്പൊളിഞ്ഞതാണ്, കാർപ്പറ്റ് ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഈ യാത്ര, ഈ ജീവിതമാകുന്ന യാത്ര അത്ര എളുപ്പമുള്ള ഒരു യാത്രയല്ല. The mother wants her son not to expect an easy climb. ഒരു പെട്ടെന്നുള്ള എളുപ്പത്തിലുള്ള ഒരു കയറ്റം ഈ സ്റ്റെയർകേസിലൂടെ സാധ്യമല്ല. The mother suggests that her endurance and struggle helped her to progress towards racial justice and to maintain spiritual hope and faith. അപ്പോൾ നല്ല വിശ്വാസവും അതുപോലെ തന്നെ എല്ലാ കാലവും ഇതിനെതിരെ ശക്തമായിട്ട് അതിനെ നേരിടുകയും ചെയ്തതുകൊണ്ടാണ് അവർക്ക് ജീവിതത്തിൽ വിജയമുണ്ടായത്. While talking about her experience of life, she says that life has never been a crystal stair for her. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഒരിക്കലും ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ ആയിരുന്നില്ല. It has tags, splinters and places without carpet. അവിടെ ആണികളുണ്ടായിരുന്നു, മരച്ചീളുകളുണ്ടായിരുന്നു, അതുപോലെ തന്നെ ചില ഭാഗങ്ങളിലൊന്നും വിരിപ്പ് ഉണ്ടായിരുന്നില്ല, നോ കാർപ്പറ്റ്. ഡെസ്പൈറ്റ് ദീസ് ഒബ്സ്റ്റക്കിൾസ് ഷീ ഹാസ് മാനേജ് ടു മൂവ് അഹെഡ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ ഉണ്ടായിട്ടും അവർ മുന്നോട്ട് തന്നെ പോവുകയാണ് ചെയ്തത്. ഷീ എൻകറേജസ് ഹെർ സൺ ടു ഫോളോ ഹെർ ടു പുഷ് ത്രൂ ലൈഫ്. അപ്പോൾ ജീവിതത്തിൽ മുന്നേറാൻ തൻ്റെ മാതൃക പിന്തുടരാനാണ് ഇവിടെ അമ്മ മകനോട് പറയുന്നത്. ഷീ എക്സോർട്സ് ഹെർ സൺ നോട്ട് ടു ഗോ ഡൗൺ ദി സ്റ്റെയർസ് ഓർ സിറ്റ് ഓൺ ദി സ്റ്റെപ്സ് ബിക്കോസ് that will bring only disappointment to a person. Exhorts എന്ന് വെച്ചാൽ ഉപദേശിക്കുക. അപ്പോൾ അമ്മ മകനെ ഉപദേശിക്കുകയാണ് ഒരിക്കലും നീ ഈ സ്റ്റെയർ കേസിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരരുത്, മുന്നോട്ട് തന്നെ പോകണം. അതുപോലെ തന്നെ സ്റ്റെപ്പിൽ ഇരുന്ന് പോകരുത്, കാരണം അതൊക്കെ നിരാശയ്ക്ക് കാരണമാകും. ഇനി ഈ പോയത്തിലെ മറ്റ് പ്രത്യേകതകളിലേക്ക് വരികയാണ്. ഹാർഡ്ഷിപ്സ്, ഹോപ്പ് ആൻഡ് കറേജ് ആർ സം ഓഫ് ദ മേജർ തീംസ് ഓഫ് ദ പോയം. ഈ കവിതയിലെ പ്രധാന ആശയം എന്ന് പറയുന്നത് ജീവിതത്തിലെ കഷ്ടപ്പാടുകളും അതുപോലെ നമ്മുടെ വിശ്വാസം, അതുപോലെ ധൈര്യം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ്. ദ പോയം എക്സ്പ്രസസ് ദ ഐഡിയ ദാറ്റ് വൺ ഷുഡ് നോട്ട് ഗിവ് അപ്പ്. ഈ പോയത്തിൻ്റെ പ്രധാന ഐഡിയ എന്താണ്? ഒരിക്കലും നമ്മൾ പിന്മാറരുത്, നെവർ ടു ഗിവ് അപ്പ്. ഷീ സേസ് ദാറ്റ് ലൈഫ് ഈസ് ഫുൾ ഓഫ് ടെസ്റ്റ്, ചലഞ്ചസ് ആൻഡ് കൺഫ്യൂഷൻ ആൻഡ് എ പേഴ്സൺ ഷുഡ് കൺഫ്രണ്ട് വിത്ത് കറേജ് ആൻഡ് ഡിറ്റർമിനേഷൻ. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് പലതരത്തിലുള്ള പരീക്ഷണങ്ങളും ചലഞ്ചസും ഒക്കെ നിറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ നേരിട്ടിട്ട് മുന്നോട്ട് തന്നെ പോകണം. ത്രൂ ഔട്ട് ദ പോയം ഷീ ഇൻസ്ട്രക്ട്സ് ഹെർ സൺ ടു കണ്ടിന്യൂ ഹിസ് സ്ട്രഗിൾ വിത്ത് പേഷ്യൻസ്. വളരെ ക്ഷമയോടുകൂടി ഈ ഒരു ഫൈറ്റിൽ പങ്കെടുക്കുക. ആൻഡ് ഹോപ്പ്, ഗിവിങ് ഹെർ ഓൺ ലൈഫ് ആസ് ആൻ എക്സാമ്പിൾ. തൻ്റെ ജീവിതം തന്നെയാണ് ഇവിടെ മാതൃകയായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ദ പോയം യൂസസ് ആഫ്രോ അമേരിക്കൻ ഡയലക്ട് ഇൻ മെനി ലൈൻസ് ആസ് ദ മദർ ഈസ് ആൻ ആഫ്രോ അമേരിക്കൻ. അപ്പോൾ അമ്മ ഇവിടെ ഒരു ആഫ്രോ അമേരിക്കൻ ആയതുകൊണ്ട് അവർ ഉപയോഗിക്കുന്ന പ്രത്യേക ഇംഗ്ലീഷ് ഡയലക്ട് തന്നെയാണ് ഈ കവിതയിലും ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. സം എക്സാമ്പിൾസ് ആർ ലൈഫ് ഫോർ മീ എയിൻ ബീൻ നോ ക്രിസ്റ്റൽ സ്റ്റെയർ, ഐസ് ബീൻ ക്ലൈംബിംഗ്
climbing on, etc. are examples of Afro-American dialect of English. The use of assonance in lines, so boy don't you turn back, repeating the sound O, and alliteration in the line, set down on the steps, repeating sound S, makes the poem more attractive. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഒരു അസോണൻസും അതുപോലെ ഒരു അലിട്രേഷനെ കുറിച്ചും പറയുന്നുണ്ട്. അസോണൻസ് എന്ന് പറഞ്ഞാൽ ഒരു വവൽ ശബ്ദം ആവർത്തിച്ചു വരികയാണ്. ഇവിടെ ഓ എന്നുള്ള ശബ്ദം ഈ വരിയിൽ സോ ബോയ് എന്നുള്ളതിൽ ആവർത്തിച്ചു വന്നിരിക്കുന്നു. അതുപോലെ അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൺസോണന്റ് ശബ്ദം ആവർത്തിച്ചു വരുന്നതാണ്. ഇവിടെ എസ് എന്നുള്ള ശബ്ദം ആവർത്തിച്ചു വന്നിരിക്കുകയാണ് ഈ വരിയിൽ. സെറ്റ് ഡൗൺ ഓൺ ദി സ്റ്റെപ്സ്. The major poetic device used in the poem is metaphor staircase. അപ്പോൾ ഈ കവിതയിലെ പ്രധാനപ്പെട്ട ഒരു മെറ്റഫറാണ് staircase എന്ന് പറയുന്നത്. It is an extended metaphor also. Langston Hughes has used the extended metaphor of staircase throughout the poem to describe the mother's life. അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് പറയാനായിട്ട് ഈ ഒരു extended metaphor ഈ കവിതയിൽ ഉടനീളം ഉപയോഗിച്ചിരിക്കുകയാണ്. The poem is full of images like splinters, tags, steps, etc. Repetition of the line, life for me ain't be no crystal stair, which has created a musical quality in the poem. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന റിഫ്രെയിൻ ആയ ലൈഫ് ഫോർ മീ ain't be no crystal stair ഈ കവിതയ്ക്ക് ഭംഗി കൂട്ടുന്നു. It has also created a rhetorical impact in the poem. It is a free verse with no rhyme scheme. അപ്പോൾ ഈ കവിത ഒരു ഫ്രീ വേഴ്സിൽ എഴുതിയതാണ്. ഇതിന് കൃത്യമായ ഒരു നീളമോ അല്ലെങ്കിൽ റൈമിംഗ് വേർഡ്സോ റൈമിംഗ് സ്കീമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ദർ ഈസ് ഈവൻ എ വേർഡ് ആസ് എ ലൈൻ. ഒരു വരിയിൽ ഒരു വാക്ക് മാത്രമുള്ള വരിയും ഈ കവിതയിലുണ്ട്. ആ വാക്ക് ബെയർ എന്നുള്ള വാക്കാണ്. ദ വേർഡ് ബെയർ ഇൻഡിക്കേറ്റ്സ് ദ പോവർട്ടി ഓഫ് ദ ഫാമിലി. അപ്പോൾ ഈ ഒരു കുടുംബത്തിൻ്റെ ദാരിദ്ര്യത്തെയാണ് ഈ ബെയർ എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നത്. അതുപോലെ എനിക്ക് ഈ കവിതയിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി എന്ന് പറയുന്നത് മൈ ഫേവറേറ്റ് ലൈൻ ഫ്രം ദ പോയം ഈസ്, നിങ്ങൾക്ക് ആദ്യത്തെ സ്റ്റാൻസയിലെ വരികൾ തന്നെ എഴുതാം. വെൽ സൺ ഐ വിൽ ടെൽ യു ലൈഫ് ഫോർ മീ ain't be no crystal stair, it's had tags in it and splinters. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു കവിത ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും വരികൾ നിങ്ങൾക്ക് എടുത്തെഴുതാവുന്നതാണ്.